ADGP MR അജിത് കുമാറിനെ വെള്ളപൂശിയുള്ള സർക്കാർ റിപ്പോർട്ട് പുറത്ത്. ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ഹൈക്കോടതിയിൽ വിജിലൻസാണ് റിപ്പോർട്ട് നൽകിയത്. ആരോപണങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ മുൻ MLA PV അൻവറിനായില്ല. ഒരു നടപടിയിലും അജിത് കുമാർ ഇടപെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി S. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? നീലിമ, ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. തേക്ക് മുറിച്ചു കടത്തി ഷാജിൻസ്കറിയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി, കൂടാതെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി, കവടിയാറിൽ കോടിക്കണക്കിന് രൂപ മുടക്കി അനധികൃതമായി വീടുണ്ടാക്കുന്നു, ധനസമ്പാദത്തിൽ ക്രമക്കേട് തുടങ്ങിയ 5 പരാതികളായിരുന്നു അൻവർ മുൻപ് നൽകിയിരുന്നത്. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നിലും ആരോപണ വിധേയനായ MR അജിത് കുമാറിന് പങ്കില്ലെന്ന് തെളിവായിട്ടുണ്ടെന്ന് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുകയാണ്. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അന്വേഷണത്തിൽ വ്യാജമാണെന്ന് തെളിവായതിനാൽ തുടർ നടപടികൾ ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ അൻവറിന്റെ പരാതികളിൽ പ്രധാനപ്പെട്ടതായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് മറ്റൊരാളുടെ പരാതിയിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി സമർപ്പിച്ച ക്ലീൻ ചിറ്റ് കഴിഞ്ഞ ദിവസം കോടതി തള്ളുകയും ചെയ്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ രൂക്ഷമായി വിമർശിച്ച കോടതി അന്തിമ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി അംഗീകരിക്കുന്ന പരാമർശത്തെയും നിശിതമായി വിമർശിക്കുകയുണ്ടായി. എന്തായാലും ഒരു ഭാഗത്ത് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളടക്കം ഉയർന്നു വരികയാണ്. PV അൻവർ പറഞ്ഞത് കള്ളമാണ്, ഒപ്പം തന്നെ പരാതിക്കാരൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഭവത്തിൽ ഇനിയിപ്പോൾ ഏതു തരത്തിലുള്ള നടപടികളായിരിക്കും ഇനി PV അൻവർ സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനമോ അല്ലെങ്കിൽ 2 കോടി രൂപ ഷാജിൻസ്കറിയിൽ നിന്ന് വാങ്ങിയെന്നോ സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നോ ഇതിനൊന്നും തന്നെ കൃത്യമായ തെളിവുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ സാധിച്ചില്ല. ഇതെല്ലാം വ്യാജമാണ് എന്ന മൊഴിയടക്കം MR അജിത് കുമാർ നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴിപ്പകർപ്പടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. പോലീസിൽ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും തനിക്കെതിരായിട്ടുള്ള പരാതികളിൽ ഉണ്ടായിട്ടുള്ള ശാലിനി, MR അജിത് കുമാറിനെ വെള്ളപൂശിയുള്ള സർക്കാരിന്റെ റിപ്പോർട്ട് പുറത്തായിരിക്കുന്നു. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.